ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ ഞാൻ ഈ കാല് പിടിച്ച് അപേക്ഷിക്കുന്നത് ഒരു താലി സംരക്ഷിക്കാൻ വേണ്ടിയാ. അതെനിക്ക് വിലപ്പെട്ടതാ. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്ക. നാളെ രാവിലെ 10 മണിക്ക് JRനെ കുറിച്ചുള്ള ബ്രേക്കിംഗ് ന്യൂസ് എല്ലാ ചാനലുകളും ടെലികാസ്റ്റിംഗ് ചെയ്യും. പിന്നെ മീഡിയാസൊക്കെ നമ്മുടെ കൂടെയാ. കർഷകർക്ക് വേണ്ടിയുള്ള പോരാട്ടം എല്ലാവരെയും അട്രാക്ട് ചെയ്തിട്ടുണ്ട്. നിത്യ ഹരിയുടെ അടുത്തെത്തുമ്പോ അയാളോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. ശരി, പറയാം. നിത്യ അടക്കം എല്ലാവരും ധൈര്യമായിട്ടിരുന്നോളൂ. നമ്മളൊരു യുദ്ധത്തിന് ഇറങ്ങുക. അതിൽ നമ്മൾ ജയിച്ച് അവസാനിപ്പിക്കും. ഗുഡ് നൈറ്റ് നിത്യ. ഗുഡ് നൈറ്റ്. നിത്യ, നീ ഇത് എങ്ങോട്ടാ മോളെ? എനിക്ക് ഹരിയെ ഒന്ന് കാണണം. ആരാ ഇപ്പൊ വിളിച്ചത്? അത് ഞാൻ വന്നിട്ട് പറയാം. നിനക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടല്ലോ, എന്താ പ്രശ്നം? അമ്മേ, എനിക്ക് അത്യാവശ്യമായിട്ട് ഹരിയെ ഒന്ന് കാണണം. കണ്ടിട്ട് ഞാൻ ഉടനെ തിരിച്ചു വരാം. നിൽക്ക. ജീവനായിരുന്നോ ഫോണില്? മോളെ, ജീവന്റെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ വേണ്ടിയാണോ നീ ഹരിയുടെ മുൻപിലേക്ക് പോകുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? ആർക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയാ ഞാൻ പോകുന്നത്. അതമ്മയ്ക്ക് പിന്നെ മനസ്സിലാവും. നിത്യ, ഹരി, ഹരി, ഹരി ഇവിടെ. ഹരി, ഡാ ഹരി. എന്താ നിത്യ, ഞാൻ നേരത്തെ വിളിച്ചിട്ട് താൻ എന്താ ഫോൺ എടുക്കാത്ത? അത് നമുക്ക് പിന്നെ സംസാരിക്കാം. അനന്തൻ എന്നെ വിളിച്ചിരുന്നു. നാളെ രാവിലെ ജീവനെതിരെ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അയാൾ എന്നോട് പറഞ്ഞു. ഹരി ഇപ്പോ ജീവനെതിരെ ഒന്നും ചെയ്യരുത്. അയാളെ വിളിച്ചത് മുടക്കണം. നമ്മൾ തമ്മിൽ അവസാനം സംസാരിച്ചൊന്നും ഞാൻ മറന്നിട്ടില്ല. താനത് മറന്നുപോയോ? ഹരി, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. നാളെ ഇങ്ങനൊരു കാര്യം നടക്കാൻ പാടില്ല. ജീവനെതിരെ ഒരു ന്യൂസ് ഒരു ചാനലും വരരുത്. ഓ, അതുകൊണ്ടാണോ നീ അവന്റെ കൂടെ അവന്റെ വണ്ടി കയറി ഇവിടെ വന്നിറങ്ങിയത്? അവൻ എന്തു പറഞ്ഞ നിന്നെ മയക്കിയത്? അമ്മാവാ, ചിലതൊക്കെ കാണുന്നതിനും ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് കേട്ടാ. സുജാത വന്ന് പറഞ്ഞത് ഹരിയുടെ ജീവന് ഭീഷണിയുള്ളതുകൊണ്ട് നീ അവനെ തൽക്കാലം അനുസരിച്ചെന്ന. പക്ഷേ ഇപ്പൊ നീ വന്നത് അവന് വേണ്ടി സംസാരിക്കാനാ. നിത്യ, തനിക്ക് എന്താ സംഭവിച്ചത്? അല്ല, എന്താ തന്റെ ഈ മാറ്റത്തിന് കാരണം? ഹരി, ഞാൻ പറയുന്നത് അനുസരിച്ചേ പറ്റൂ. അതിന്റെ കാരണമല്ലേ ഇവര് ചോദിക്കുന്നത്? അത് പറഞ്ഞാൽ എന്താ നിനക്ക്? നീ പറഞ്ഞതൊന്നും എനിക്ക് വിശ്വാസമായിട്ടില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. അവന്റെ കാറിൽ കയറി വരിക, ഇപ്പൊ അവന് വേണ്ടി ഭീഷണിയോടെ സംസാരിക്കുക. എന്താ മോളെ നിന്റെ ഉദ്ദേശം? നിത്യ, താനല്ല, ഇനി വേറെ ആര് വന്ന് തടഞ്ഞാലും JRനെതിരെയുള്ള ന്യൂസ് നാളെ ടെലികാസ്റ്റ് ചെയ്യും. അത് മാറ്റിവെക്കണമെങ്കിൽ ഞാൻ ചാവണം.
എന്റെ മോനെ അവൻ തല്ലിച്ചതിൽ നിനക്ക് പരാതിയില്ല. ഇവന്റെ ഈ അവസ്ഥയില് നിനക്ക് സങ്കടവും ഇല്ല. ഇയോടെ ജീവൻ എന്തെങ്കിലും അപകടം വരുന്നതിലാണ് നിനക്കിപ്പോ പ്രാധാന്യം അല്ലേ? നിങ്ങൾക്ക് ആർക്കും എന്താ ഞാൻ പറയുന്നത് വിശ്വാസം വരാത്തത്? എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ ഞാൻ ഈ കാല് പിടിച്ച് അപേക്ഷിക്കുന്നത് ഒരു താലി സംരക്ഷിക്കാൻ വേണ്ടിയാ. അതെനിക്ക് വിലപ്പെട്ടതാ. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്ക. ആന്റിക്കും നിത്യയുടെ അഭിപ്രായം തന്നെയാണോ തീരുമാനിച്ചു വെച്ചേക്കെ മുടക്കണമെന്ന്? ഇല്ല, ഒരിക്കലുമില്ല. ഹരിയുടെ തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പൊയ്ക്കോളൂ. അവളുടെ മാറ്റം എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും. ജീവൻ, ഭക്ഷണം വാങ്ങിച്ചപ്പോ സുജാതയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഞാൻ കൂടുതൽ വാങ്ങിച്ചത്. അല്ല, ഒരു നേരം അമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്നൊരാഗ്രഹം. ഇപ്പോ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ലല്ലോ. ഒന്നിച്ചിരിക്കുമ്പോ ഇടമോനെ ജീവ, നീ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെങ്കിൽ. ഏയ്, എന്താ ചെയ്ത്? അച്ഛന്റെ ആഗ്രഹം സാധിച്ചിരുന്നതിൽ സന്തോഷമല്ലേ ഉള്ളൂ. അച്ഛനമ്മയെ വിളിച്ചോ? വാ, നമുക്ക് കയറാം. സുജാതേ, സുജാതേ, സുജാതേ. ഒന്നാലോചിച്ച കഷ്ടമാ. എന്താ? ഞങ്ങള് ഭക്ഷണം വാങ്ങിക്കാൻ നിർത്തിയപ്പോ തനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ വാങ്ങിച്ചു. നമുക്കിന്ന് ഫുഡ് ഒരുമിച്ചിരുന്ന് കഴിക്കാം. അച്ഛന്റെ ആഗ്രഹമാണോ അതോ മകന്റെ നിർബന്ധമാണോ? ഛേ, താൻ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. വാ, നമുക്കിരിക്കാം. ശരവണ, ഇതൊക്കെ എടുത്ത് മേശപ്പുറത്ത് വിളമ്പിക്ക്. ഒരാളുടെ കൂടെ നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ അയാളുടെ കൂടെ നമുക്ക് മാന്യമായൊരു ബന്ധം വേണ്ടേ? അല്ല, നമ്മൾ തമ്മിൽ ഇപ്പൊ എന്താ ബന്ധം? നിങ്ങളുടെ മനസ്സിലെ എന്റെ സ്ഥാനമാണ് ഞാൻ ചോദിച്ചത്. என்னம்மா சாரு தானே கூப்பிடுறது? சாரோட മനസ്സ് മാറിയില്ല. ശരവണ, നീ ഒരു പാവോ? ഈ മനസ്സൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ജെആറിനൊപ്പം ചിരിച്ചു കളിച്ചു വരാൻ പറ്റുന്നത്? മധുര നൊമ്പരക്കാറ്റ്